മലയാളി ഫ്രം ഇന്ത്യ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് അതിൻ്റെ ട്രെയിലേഴ്സും വിനീത് ശ്രീനിവാസന്റെ പ്രൊമോഷൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരുടെ തലയിലും മനസ്സിലൊക്കെ എന്തായിരുന്നു? ഒരു കോമഡി എൻ്റർടൈനർ. നിവിൻ പോളി, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ഇവരുടെയൊക്കെ ഒരു കോമഡി മിക്സ് ആയിരിക്കും പടം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഒരു ട്രെയിലർ വന്നു. നമ്മുടെ എല്ലാവരുടെയും തോട്ടിനെയും അതേപോലെ നമ്മളുടെ ആ ഒരു ഒരു എന്താ പറയുക പ്രതീക്ഷയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ സാധനമാണ് വന്നത്. ഫുള്ള് ഇടി പൊടി പൂരം ആണ്. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ഒരു കോമഡി സെക്ഷൻ എലമെൻറ്റ്സ് അതിനകത്തുണ്ടെങ്കിലും പതുക്കെ ആ സിനിമ വളരെ ഗൗരവകരമായിട്ടുള്ള എന്തോ സബ്ജക്റ്റ് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഡിജോയുടെ ആദ്യത്തെ പടം നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നിവിൻ പോളിയുടെ ചിത്രത്തിലും അതേപോലെ തന്നെയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് അവർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ നിവിൻ പോളി നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാതെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതിനോടനുബന്ധപ്പെട്ടിട്ട് വേറെ രാജ്യത്തേക്ക് പോവുകയും അല്ലെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ദേശത്തേക്ക് പോയിട്ട് അവിടെ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റിലേക്ക് പടം കൊണ്ടുവരുന്നതായിരിക്കാം ചിലപ്പോൾ ഇതിനുള്ളത്. എനിവേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ പടം നമുക്കൊരു വ്യത്യസ്തമായ ഒരു അനുഭവം ഇന്നും ആരും പറയാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് നമുക്ക് ആ ഒരു അനുഭവം നമുക്ക് തരുന്നു വിചാരിക്കാം. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി വളരെ കുറച്ച് ദിവസം കൂടി, 2 ദിവസത്തിനുള്ളിൽ പടം എത്തുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പടം കാണണ്ടേ? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കാം. എനിവേ, നിവിൻ പോളി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിവിൻ പോളി ഒരിക്കലും പോയിട്ടില്ല. നിവിൻ പോളിയുടെ പടങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷത്തിലാണെങ്കിൽ നിവിൻ പോളി ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സോ നിവിൻ പോളി അവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. എന്താ പറയുക, നല്ലൊരു സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിവിൻ പോളിയുടെ ഡിജോ ജോസഫിൻ്റെയും അതെ ലിസ്റ്റിൻ ജോസഫ് അല്ലേ, മാജിക് ഫ്രെയിംസ് പ്രൊഡക്ഷനിൽ നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാം. എനിവേ, നമുക്ക് 1-ാം തീയതി 2-ാം തീയതി സിനിമ കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.